Dear students, in this session we shall begin the fourth unit of fourth module. That's about e-ledgers. E-ledgers. E-ledger is an electronic form of passbook for GST. E-ledger, what is e-ledger? It's an electronic form of passbook for GST. Then these e-ledgers are available to all GST registrants on the GST portal. ഒരാൾ GST പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഡ്ജർ അയാൾക്ക് GST പോർട്ടലിൽ അവൈലബിൾ ആകും. GST പോർട്ടൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും ഈ ലെഡ്ജേഴ്സ് അവൈലബിൾ ആകുന്നുണ്ട് GST പോർട്ടലിൽ. Then 3 different ledgers are maintained. പ്രധാനമായിട്ടും 3 വ്യത്യസ്തമായ ലെഡ്ജേഴ്സ് ആണ്. 3 different ledgers are maintained by GST network, GSTN, GST network for tracking the payments, credits and liabilities of person. ഈ 3 ledgers GST നെറ്റ്വർക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? For tracking the payments, credits and liabilities of a person registered under GST. GST നിയമപ്രകാരം ഒരു വ്യക്തി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേയ്മെന്റിനെ സംബന്ധിച്ചും ക്രെഡിറ്റിനെ സംബന്ധിച്ചും മറ്റ് ലയബിലിറ്റികളെ സംബന്ധിച്ചുമുള്ള ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി GST നെറ്റ്വർക്കിൽ 3 e-ledgers ഓപ്പൺ ചെയ്യപ്പെടും. ഇനി ഏതൊക്കെയാണ് e-ledgers എന്ന് നമുക്ക് നോക്കാം. E-ledgers contains details of the following. പ്രധാനമായിട്ടും 3 ledgers ആണ്, 3 e-ledgers ആണ് GST പോർട്ടലിൽ ഓപ്പൺ ചെയ്യപ്പെടുന്നത്. Number 1, amount of GST deposited in cash to government in electronic cash ledger. ആദ്യത്തെ ലെഡ്ജർ എന്താണ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. എന്തിനു വേണ്ടിയാണ്? ദാറ്റ് ഈസ് മെന്റ് ഫോർ ട്രാക്കിംഗ് പേയ്മെന്റ്സ്. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ നടത്തുന്ന ടാക്സിന്റെ പേയ്മെന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. എമൗണ്ട് ഓഫ് GST deposited in cash to the government for tracing. അത് ട്രേസ് ചെയ്യുന്നതിന് എന്താണ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. രണ്ടാമത്, ബാലൻസ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ITC in electronic credit ledger. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് മെയ്ഡ് ടു ദി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ എത്രമാത്രം ബാലൻസ് ഉണ്ട് എന്നറിയുന്നതിന് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ അത് നോക്കിയാൽ മതി. GST നെറ്റ്വർക്കിൽ കോമൺ പോർട്ടലിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഒരു രജിസ്റ്റേർഡ് പേഴ്സന്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ മൂന്നാമത്തെ e-ledger ആണ് മാനർ ഓഫ് സെറ്റ് ഓഫ് GST ലയബിലിറ്റി ആൻഡ് ബാലൻസ് ലയബിലിറ്റി കണ്ടെത്തുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. ഇത് ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ലയബിലിറ്റിയുടെ പേയ്മെന്റും ബാലൻസ് ലയബിലിറ്റിയും ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു e-ledger ആണ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. പ്രധാനമായിട്ടും there are 3 types of e-ledgers. The first one is electronic cash ledger in which all the payments are shown. Secondly, electronic credit ledger for recording the input tax credit. And മൂന്നാമത്തെ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ, ലയബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി. Now we shall discuss about the electronic cash ledger. So this electronic cash ledger is like an e-wallet. e-purse അല്ലെങ്കിൽ e-wallet പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. Any GST payment made in cash or through banks reflects in electronic cash ledger. അപ്പം GSTയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേയ്മെന്റുകളും ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കാണാൻ സാധിക്കും. Where the taxpayer needs to make any payment such as tax, interest, penalty, etc. and he does not have enough credit in his e-credit ledger, he will have to simply add money to the wallet and money will be utilized to make the payment. Electronic cash ledger അവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇല്ല, ടാക്സിന്റെ പേയ്മെന്റിനോ ഇൻട്രസ്റ്റ് പേയ്മെന്റിനോ പെനാൽറ്റി പേയ്മെന്റിനോ ഒക്കെ
ഇല്ല എങ്കിൽ സിംപ്ലി ഡിപ്പോസിറ്റ് മണി ദാറ്റ് വിൽ ബി ഷോൺ ഇൻ ദി ക്യാഷ് ലെഡ്ജർ. പണം ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാഷ് ലെഡ്ജർ റിഫ്ലക്റ്റ് ചെയ്യും, അതിൽ നിന്നും പേയ്മെന്റ് നടത്താൻ സാധിക്കും. When a taxpayer makes GST payment through online banking or any other mode is reflected in the electronic cash ledger. ഏത് മാർഗം ഉപയോഗിച്ചാണെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ, ക്യാഷ് പേയ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ എല്ലാ പേയ്മെന്റുകളും ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുകയും അത് നമുക്ക് ട്രാക്ക് ചെയ്യുകയും സാധിക്കും. ദെൻ GST ടാക്സ് പേയ്മെന്റ് ഓവർ 10,000, GST നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. GST ടാക്സ് പേയ്മെന്റ് ഓവർ 10,000 മസ്റ്റ് ബി മെയ്ഡ് ത്രൂ ദി ബാങ്കിങ് ചാനൽസ് ഓൺലി. 10,000 രൂപയിൽ കൂടി വരുന്ന GST പേയ്മെന്റ് എല്ലാം ബാങ്കിങ് ചാനലുകൾ ഉപയോഗിച്ച് മാത്രമേ നടത്താവൂ. GST നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. While making the GST payment, the taxpayer must provide the heads under which payment are to be credited. GST പേയ്മെന്റ് നടത്തുമ്പോൾ ഈ എമൗണ്ട് ഏത് അക്കൗണ്ട് ഹെഡിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് പ്രത്യേകമായിട്ട് ടാക്സ് പെയർ മെൻഷൻ ചെയ്തിരിക്കണം. നെയിംലി മേജർ ഹെഡ്സ്. പ്രധാനമായിട്ടും എന്താ മേജർ ഹെഡ്സ് വന്നിരിക്കുന്ന ഒരു 3 മേജർ ഹെഡ്സ് ഉണ്ട്. 3 മേജർ ഹെഡ്സ് ആ GST വന്നിരിക്കുന്നത്. ഒന്ന് CGST, SGST ആൻഡ് IGST. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ദെൻ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഈ 3 മേജർ അക്കൗണ്ട് ഹെഡുകളാണ്. 3 മേജർ അക്കൗണ്ട് ഹെഡുകളാണ് GST റെജീമിന്റെ കീഴിലുള്ളത്. ഇതിന് പുറമെ then minor heads like tax, interest, penalty, fees and others, ഇതെല്ലാം minor heads ആണ്. Based on the tax challenge and heads under which payment was made, electronic cash ledger will display the balance available. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താൻ സാധിക്കും. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഡിസ്പ്ലേ ദി ബാലൻസ് അവൈലബിൾ അണ്ടർ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ദി മേജർ ഓർ മൈനർ ഹെഡ്. ഈ മേജർ ഹെഡിലോ മൈനർ ഹെഡിലോ ഒക്കെയുള്ള ബാലൻസ് നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ദി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഷാൽ മെയിൻറ്റെയിൻ ഇൻ ഫോം GST PMD 05. അതിൻ്റെ ആ ഫോർമാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. GST ഫോം GST PMD 05 for each person. ഓരോ രജിസ്റ്റേർഡ് പേഴ്സണും ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഷുഡ് ബി മെയിൻറ്റെയിൻ ഇൻ ഫോം GST PMD 05 for each person. ഓരോ വ്യക്തിക്കും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. GST പോർട്ടലിൽ ഒരു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഉണ്ടായിരിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോം GST PMD 05 ഫോമിലാണ്. ദിസ് ലെഡ്ജർ വിൽ ബേസിക്കലി റിഫ്ലക്ട് എന്താണ് ദിസ് ലെഡ്ജർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ വിൽ ബേസിക്കലി റിഫ്ലക്ട് ഓൾ ദി ഡിപ്പോസിറ്റ് മെയ്ഡ് ഇൻ ക്യാഷ് യൂസിങ് വേരിയസ് മോഡ്സ്. ഡിപ്പോസിറ്റ് ചെയ്യുന്ന എല്ലാ ക്യാഷ് ഡിപ്പോസിറ്റുകളും അത് ഏത് മാർഗം ഉപയോഗിച്ചാണെങ്കിലും അത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കാണിച്ചിരിക്കും. എനി എമൗണ്ട് പേ ദി ടാക്സ് പെയർ വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അപ്പം ടാക്സ് പെയർ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ എനി എമൗണ്ട് എന്ത് അക്കൗണ്ട് ഹെഡിലാണെങ്കിലും ടാക്സ് പെയർ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ that will be reflected in the electronic cash ledger. Then the amount available in this ledger may be used for making any payment towards tax, interest, penalty, fees or any other amount due under the act. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലുള്ള പണം ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ ഒരു ടാക്സ് പെയറിന് രജിസ്റ്റേർഡ് പേഴ്സണ് ടാക്സ് പേ ചെയ്യാം, ഇൻട്രസ്റ്റ് പേ ചെയ്യാം, പെനാൽറ്റി പേ ചെയ്യാം, എനി അതർ ഫീസ് ക്യാൻ ബി പെയ്ഡ്. Then if it is reiterated that എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനി പ്രധാനമായിട്ടും ഒരു കാര്യം GST നിയമത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എനി ക്രെഡിറ്റ് ഇൻ ദി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ പേയ്മെന്റ് ഓഫ് ഔട്ട്പുട്ട് ടാക്സ്. എന്താ ഔട്ട്പുട്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പേയ്മെന്റിന് വേണ്ടി മാത്രമേ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ എമൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ക്യാഷ് ലെഡ്ജർ അല്ല ക്രെഡിറ്റ് ലെഡ്ജർ വന്നു കഴിയുമ്പോൾ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ.
ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ബാലൻസ് ഉണ്ട് എങ്കിൽ അത് only for payment of output tax. ഔട്ട്പുട്ട് ടാക്സിന്റെ പേയ്മെന്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ഉള്ള എമൗണ്ട് ആണെങ്കിൽ അത് ഔട്ട്പുട്ട് ടാക്സിന്റെ പേയ്മെന്റിനോ ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റിനോ പെനാൽറ്റിന്റെ പേയ്മെന്റിനോ മറ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിധത്തിലുള്ള പേയ്മെന്റുകൾക്കും ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിന്റെ എമൗണ്ട് ഉപയോഗിക്കാം. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വന്നിരിക്കുന്ന എമൗണ്ട് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ പേയ്മെന്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. Then to initiate a payment, taxpayers generate a challan online using form GST PMD 06. ഒരു പേയ്മെന്റ് ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ടാക്സ് പേയേഴ്സ് എന്താ ചെയ്യുന്നത്? ജനറേറ്റ് എ ചെല്ലാൻ ഓൺലൈൻ യൂസിങ് GST PMD 06. ഒരു ഓൺലൈൻ ചെല്ലാൻ ജനറേറ്റ് ചെയ്യും. അത് ഫോം GST PMD 06 which will be valid for a period of 15 days. നമ്മളൊരു ഓൺലൈൻ ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി 15 ദിവസത്തേക്കായിരിക്കും. പേയ്മെന്റ് ക്യാൻ ബി മെയ്ഡ് or payment can be remitted through any of the following modes. നമ്മളൊരു ഇലക്ട്രോണിക് ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 15 ദിവസത്തേക്ക് വാല്യൂ ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്. ഈ ഓൺലൈൻ ചെല്ലാനിൽ 15 ദിവസത്തെ വാലിഡിറ്റി പീരീഡിനുള്ളിൽ നമ്മൾ താഴെ പറയുന്ന കുറേ മോഡ്സിൽ ഏതെങ്കിലും ഒരു മോഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് നടത്താം. ഒന്നെന്താ? ഇന്റർനെറ്റ് ബാങ്കിങ്. ഓതറൈസ്ഡ് ബാങ്കുകളുടെ ഇന്റർനെറ്റ് ബാങ്കിങ് മോഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഓഫ് ഓതറൈസ്ഡ് ബാങ്ക്സ്. ഇതെല്ലാം ഓതറൈസ്ഡ് ബാങ്ക്സിന്റെ ആയിരിക്കണം. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നെഫ്റ്റ് ഓർ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് RTGS. എനി ബാങ്ക് ഓതറൈസ്ഡ് ഓർ അൺഓതറൈസ്ഡ്. അപ്പോൾ നമ്മളെന്താ NEFTയോ അല്ലെങ്കിൽ നെഫ്റ്റോ RTGSോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏത് ബാങ്കിന്റെയും ആകാം. അതിന് പ്രത്യേക ഓതറൈസേഷൻ വേണമെന്നില്ല. അതേസമയം ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഓതറൈസ്ഡ് ബൈ ദി GSTയുടെ അംഗീകാരമുള്ള ആ ബാങ്കുകൾ മുഖാന്തരമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പേയ്മെന്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. ഓവർ ദി കൗണ്ടർ OTC പേയ്മെന്റ് that also only authorized banks for deposits up to 10,000 rupees per challan and per tax period. 10,000 രൂപ വരെയുള്ള ഡിപ്പോസിറ്റുകൾ ആണെങ്കിൽ ഓവർ ദി കൗണ്ടർ ഓതറൈസ്ഡ് ബാങ്കുകളുടെ കൗണ്ടറിലൂടെ പേയ്മെന്റ് നടത്താം. ഇതിനെല്ലാം എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പായിട്ടൊരു ചെല്ലാൻ ഓൺലൈനിൽ ജനറേറ്റ് ചെയ്തിരിക്കണം യൂസിങ് ഫോം GST PMD 06. ഒരു ഓൺലൈൻ ചെല്ലാൻ ജനറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പേയ്മെന്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. Then contents of electronic cash ledger. This ledger will display reflect all the deposit made in cash. Electronic cash ledger basically reflect all the deposits made in cash. Then following are the components included in electronic cash ledger. എല്ലാ ക്യാഷ് ഡിപ്പോസിറ്റുകളും എല്ലാ ക്യാഷ് പേയ്മെന്റുകളും ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കാണിച്ചിരിക്കും. ഇനി അതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സീരിയൽ നമ്പർ, ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ടൈം ഓഫ് ഡെപ്പോസിറ്റ്, റിപ്പോർട്ടിംഗ് ഡേറ്റ് ബൈ ബാങ്ക്, റെഫറൻസ് നമ്പർ, ടാക്സ് പീരീഡ്, ട്രാൻസാക്ഷൻ ടൈപ്പ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, എമൗണ്ട് ഡെബിറ്റഡ് ക്രെഡിറ്റഡ്, ഇന്റഗ്രേറ്റഡ് ടാക്സ്, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, സെസ് എക്സെട്ര. ഏത് തരത്തിലുള്ള ടാക്സ് ആണ് അതുൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലെഡ്ജേഴ്സിൽ ആദ്യത്തെ എന്താ? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ വിച്ച് ഷോസ് ഓൾ ദി പേയ്മെന്റ്സ് ഓർ ടാക്സ്. എല്ലാ ടാക്സ് പേയ്മെന്റിന്റെയും ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ലെഡ്ജറാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. എപ്പോഴൊക്കെ ഏതൊക്കെ മീൻസ് ഉപയോഗിച്ച് ടാക്സോ പെനാലിറ്റിയോ ഇൻട്രസ്റ്റോ സെസ്സോ ഒക്കെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ലെഡ്ജറാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ലെഡ്ജർ കാണുകയുള്ളൂ. All the taxes paid by the taxpayer on the input should be recorded in electronic credit ledger.
ആ സെന്റൻസ് ഓർത്തിരിക്കുക. ഓൾ ദി ടാക്സസ് പെയ്ഡ് ബൈ ദി ടാക്സ് പെയർ ഓൺ ഇൻപുട്സ്. ഇൻപുട്സിന്റെ മേൽ ടാക്സ് പെയർ പേ ചെയ്തിരിക്കുന്ന എല്ലാ ടാക്സിന്റെയും ഡീറ്റെയിൽസ് will be recorded in the electronic debt ledger. Electronic debt ledger would be auto-populated. The automatically populated agum based on GST return 1 and GST return 2. Then filed by all taxpayers registered under GST. From input tax ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ അത് എല്ലായ്പ്പോഴും എന്താണ്, അത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യും. ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ വിൽ ബി ഓട്ടോ പോപ്പുലേറ്റഡ്. അത് ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റഡ് ആകും. ദെൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഷാൽ ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫോം GST PND 02. അതിന്റെ മെയിൻ്റനൻസ് ഫോർമാറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോം GST PND 02. അത് ക്രെഡിറ്റ് ലെഡ്ജർ ആണ്. ദെൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണെങ്കിൽ GST PND 05 ആണ് ഫോം പറഞ്ഞിരിക്കുന്നത്. Then the electronic credit ledger shall be maintained in form GST PND 02 for each registered person eligible for input tax credit. Electronic credit ledger maintain ചെയ്യണമെന്നില്ല. He should be eligible for input tax credit under the Act on the common portal. GSTയുടെ കോമൺ പോർട്ടലിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിലിറ്റി ഉള്ളവരാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് എവറി ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അണ്ടർ ദി ആക്ട് ഷാൽ ബി ക്രെഡിറ്റഡ് ടു ദി സബ് ലെഡ്ജർ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലെയിമും ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ് എൻ്റർ ചെയ്യപ്പെടുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ള രജിസ്റ്റേർഡ് പേഴ്സൺസ് ആണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ടുള്ള എല്ലാ ക്ലെയിംസും ഇൻപുട്ട് ടാക്സ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ റിഫ്ലക്ട് ചെയ്യപ്പെട്ടിരിക്കും. The input tax credit that is self-assessed in the monthly return will be reflected here under 3 categories. Input tax credit in the 3 കാറ്റഗറിയിൽ വരും: IGST, CGST and SGST. The IGST integrated goods and services ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതാകാം, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതാകാം, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടതാകാം. The taxpayer will be able to utilize the balance shown in this account. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കാണുന്ന ബാലൻസ് ടാക്സ്പെയറിന് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. The taxpayer will be able to utilize the balance shown in the account only for the payment of tax. ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, only for the payment of tax as per the credit utilization rules and no other amount such as interest, penalty, etc. അപ്പം ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആയി വരുന്ന എമൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ് ഓൺലി ഫോർ ദി പേയ്മെന്റ് ഓഫ് ടാക്സ്. നമ്മൾ ഔട്ട്പുട്ട് ടാക്സുമായിട്ടുള്ള ഔട്ട്വേർഡ് സപ്ലൈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലയബിലിറ്റിയുടെ പേയ്മെന്റിന് വേണ്ടി മാത്രമേ വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പെനാലിറ്റിയോ ഇൻട്രസ്റ്റോ മറ്റ് ചാർജുകളുടെയോ പേയ്മെന്റിന് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് വിനിയോഗിക്കാൻ പറ്റില്ല. Then every claim of input tax credit self-assessed by the taxpayer shall be credited to this ledger. The amount available in this ledger may be used for payment towards output tax only. So the amount available in the electronic credit ledger shall be used only for the payment of output tax. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അവൈലബിൾ ആയിരിക്കുന്ന ക്രെഡിറ്റ് എമൗണ്ട് ടാക്സിന്റെ പേയ്മെന്റിന് വേണ്ടി മാത്രമേ, ഔട്ട്പുട്ട് ടാക്സിന്റെ പേയ്മെന്റിന് മാത്രമേ വിനിയോഗിക്കാവൂ. ഇൻട്രസ്റ്റോ പെനാലിറ്റിയോ മറ്റ് ചാർജുകളുടെയോ പേയ്മെന്റിന് വിനിയോഗിക്കാൻ പറ്റില്ല. അതേസമയം ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ വരുന്ന എമൗണ്ട് ആണെങ്കിൽ the amount appearing in the electronic cash ledger can be utilized for the payment of tax, interest, penalty or any other charge related to tax. Electronic credit ledger ആണെങ്കിൽ എന്താ, only for the payment of output tax liability. No other charges can be met from the electronic credit ledger. Under no circumstances can an entry be made directly in the electronic credit ledger.
Then electronic debt ledger may include the following. The electronic debt ledger may include the following. എന്തൊക്കെ കാര്യങ്ങളാണ് ഇലക്ട്രോണിക് ഡെറ്റ് ലെഡ്ജറിൽ ഉൾപ്പെടുത്താവുന്നത്? 1. Input tax credit on inward supplies from registered taxpayers. 2. ITC available based on distribution from input service distributor. ഇതെല്ലാം എവിടെയാ വരുന്നത്? ഇതെല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഡെറ്റ് ലെഡ്ജറിലാണ്. ഇൻവേർഡ് സപ്ലൈയുടെ മേൽ രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സിന് കിട്ടുന്ന ITC ഇലക്ട്രോണിക് ഡെറ്റ് ലെഡ്ജർ റെക്കോർഡ് ചെയ്യും. ITC available based on distribution from input service distributor. ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഷെയർ ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ഇലക്ട്രോണിക് ഡെറ്റ് ലെഡ്ജർ. 3. ITC on input of stock held, semi-finished goods or finished goods held in stock on the day immediately preceding the date on which the taxpayer become liable to pay tax, provided he applies for registration within 30 days of becoming liable. അപ്പം രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഒരു രജിസ്റ്റേർഡ് പേഴ്സണായിട്ട് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് എന്താണ് ഇത് ക്ലെയിം ചെയ്യാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. Then 4. Permissible ITC on inputs held in stock and inputs contained in semi-finished or finished goods held in stock on the day of conversion from composition scheme to regular tax scheme. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് റെഗുലർ ടാക്സ് സ്കീമിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഓൺ ദി ഡേ ഓഫ് കൺവേർഷൻ, അപ്പൊ എന്താ, ആ കൺവേർഷന്റെ ദിവസം സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്ന സാധനങ്ങളുടെ മേലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. കോമ്പോസിഷൻ ലെവി സ്കീമിൽ പെട്ടിരിക്കുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസിന് ദേ ആർ നോട്ട് എലിജിബിൾ ടു ക്ലെയിം ITC. കോമ്പോസിഷൻ സ്കീമിലുള്ള രജിസ്റ്റേർഡ് പേഴ്സൺസിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല. ഇനി കോമ്പോസിഷൻ സ്കീമിൽ നിന്നും റെഗുലർ സ്കീമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്ന ടാക്സ് പേയേഴ്സിന് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺസിന് അങ്ങനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ആ ദിവസം സ്റ്റോക്കിലുള്ള സാധനങ്ങളുടെ മേൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. എന്താ, സ്റ്റോക്ക് ഓൺ ദി ഡേറ്റ് ഓഫ് കൺവേർഷൻ. കൺവേർഷൻ ഡേറ്റിലുള്ള ഫിനിഷ് ഗുഡ്സോ സെമി ഫിനിഷ് ഗുഡ്സോ റോ മെറ്റീരിയൽസോ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ എല്ലാം മേൽ ITC ക്ലെയിം ചെയ്യാം. അങ്ങനെ ITC ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് എമൗണ്ട് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദി ഇലക്ട്രോണിക് ഡെറ്റ് ലെഡ്ജർ. ITC eligible on payment made on reverse charge basis. റിവേഴ്സ് ചാർജ് ബേസിസിൽ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ആ എമൗണ്ടും ഇലക്ട്രോണിക് ഡെറ്റ് ലെഡ്ജറിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടിരിക്കും. ദെൻ മൂന്നാമത്തെ ഈ ലെഡ്ജറാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ shows all the payments of tax including interest, penalty or any other charge. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്താണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ് ആണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലെഡ്ജർ എന്താണ്? ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. ടാക്സ് ലയബിലിറ്റി, ഒരു ടാക്സ് പേയറിന്റെ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ ടാക്സ് ലയബിലിറ്റി എത്രമാത്രം പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്, വാട്ട് ഈസ് ബാലൻസ് ഓഫ് ലയബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ GST പോർട്ടലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ അത് എക്സാമിൻ ചെയ്താൽ മതി. The liabilities of a taxpayer under GST are maintained in the electronic liability ledger. ഒരു ടാക്സ് പേയറിന്റെ ലയബിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ലെഡ്ജറാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. In the electronic liability ledger or electronic liability register, the tax due on filing a GST return, interest, penalty and demands are maintained. നമുക്കെന്താ, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ the tax due on filing a GST return, ഒരു GST റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ഡ്യൂ ആകുന്ന ടാക്സ് എമൗണ്ട്, ഇനി നേരത്തെ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ്, ഇനി പെനാലിറ്റി ആൻഡ് ഡിമാൻഡ്സ്
are maintained. The electronic liability ledger shall be maintained in form GST PMB 01. GST PMB 01-ലാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 01. For each person liable to pay tax, interest, penalty, late fee or any other amount on the common portal, and all amounts payable by him shall be debited to the said register. All amount payable shall be debited to the said register. അപ്പം ഒരു ടാക്സ് പെയർ അല്ലെങ്കിൽ രജിസ്ട്രേഡ് പേഴ്സൺ കൊടുക്കാനുള്ള എല്ലാ എമൗണ്ടും ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ ഡെബിറ്റ് ചെയ്യപ്പെട്ടിരിക്കും. ദിസ് ലെഡ്ജർ വിൽ ഷോ ദി ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഓഫ് എ ടാക്സ് പെയർ and this ledger will be auto populated. ഈ ലെഡ്ജർ എന്താ ഓട്ടോ പോപ്പുലേറ്റഡ് ആണ്. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ ഓൾസോ വിൽ ബി ഓട്ടോ പോപ്പുലേറ്റഡ് and this ledger will show the total tax liability of a taxpayer. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാക്സ് പേയറുടെ ടോട്ടൽ ലയബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. This ledger has details of GST liability. The ledger contains the total GST liability and the manner in which it has been paid. അപ്പം ടോട്ടൽ GST ലയബിലിറ്റിയും ഇത് ഏത് രീതിയിലാണ് പേയ്മെന്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എക്സാമിൻ ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. The ledger contains the total GST liability and the manner in which it has been paid in cash or through credit. This ledger records all liabilities of a tax person, including electronic liability ledger records all liabilities of a taxable person, including എന്തൊക്കെയാണ്? 1. The tax, interest, late fees or any other amount payable as per return furnished by the taxpayer or per any proceedings. അപ്പം ഒരു ടാക്സബിൾ പേഴ്സന്റെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി including interest, late fees, etc. Second, the tax and interest payable arising out of any mismatch of ITC and output tax liability. ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടായി, അതിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ടാക്സ് ലയബിലിറ്റിയും ഇൻട്രസ്റ്റും എത്രമാത്രമാണ് പേ ചെയ്യേണ്ടത്? The tax and interest payable arising out of any mismatch of input tax credit or output tax liability. Then 3, any interest that may accrue from time to time. കാലാകാലങ്ങളിൽ അക്രൂ ചെയ്യുന്ന ഇൻട്രസ്റ്റ്, ആ ലയബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. Then the reversal of ITC or interest. റിവേഴ്സൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെയോ ഇൻട്രസ്റ്റിന്റെയോ റിവേഴ്സൽ മൂലമുണ്ടാകുന്ന ലയബിലിറ്റി, അത് നമുക്ക് എന്താണ്? ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ടാക്സ് പേയേഴ്സ് ഷുഡ് സെറ്റിൽ ദെയർ ലയബിലിറ്റീസ് ഇൻ ദി ഫോളോയിങ് ഓർഡർ. ഇപ്പം ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ വരുന്ന ലയബിലിറ്റി സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ടാക്സ് പേയേഴ്സ് ഫോളോ ചെയ്യേണ്ട ഒരു ഓർഡർ GST നിയമത്തിൽ തന്നിട്ടുണ്ട്. ആ ഓർഡർ എന്താണെന്ന് നോക്കാം. സെൽഫ് അസസ് ടാക്സ് ആൻഡ് അതർ ഡ്യൂസ് സച്ച് ആസ് ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീസ് or any other amount relating to previous tax period of returns. പ്രീവിയസ് ടാക്സ് പീരീഡ് റിട്ടേൺസിന്റെ ലയബിലിറ്റി ആണ് ആദ്യം പേയ്മെന്റ് നടത്തേണ്ടത്. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ അപ്പിയർ ചെയ്യുന്ന പ്രീവിയസ് ടാക്സ് പീരീഡിന്റെ ലയബിലിറ്റി ആദ്യം പേയ്മെന്റ് നടത്തുക. സെക്കൻഡ്ലി, സെൽഫ് അസസ് ടാക്സ് ആൻഡ് അതർ ഡ്യൂസ് റിലേറ്റിംഗ് ടു കറന്റ് ടാക്സ് പീരീഡ് റിട്ടേൺ. ഇപ്പോൾ പ്രീവിയസ് ടാക്സ് പീരീഡ് റിട്ടേൺസിന്റെ പേയ്മെന്റ് നടത്തിയതിനു ശേഷം കറന്റ് ടാക്സ് പീരീഡ് റിട്ടേൺസിന്റെ പേയ്മെന്റ് നടത്താം. ഇതെല്ലാം സെൽഫ് അസസ്ഡ് ആണ്, അസസ്ഡ് ബൈ ദി assessee himself അല്ലെങ്കിൽ assessed by the registered person himself. Then 3, any other amount payable under the act, rules, liability arising out of demand notice proceedings, etc. മൂന്നാമത് എന്താണ്? any other amount payable under the act and rules. GST ആക്ടോ റൂൾ പ്രകാരമോ പേ ചെയ്യേണ്ടി വരുന്ന ഏതെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനാണ് മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രയോറിറ്റി വന്നിരിക്കുന്നത്. That's all about e-ledgers. Thank you.